ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മൾ ഇന്നൊരു കിഡിലൻ ട്രിപ്പ് പോവാണ് ലോസ് ആഞ്ചൽസിൽ നിന്ന് സാന്റിയാഗോയിലേക്ക്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇതാ റെഡിയായി കിടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സാധാ വണ്ടിയിലല്ല, ഒരു കിഡിലൻ വണ്ടിയിലാണ്, ഫോർഡ് എക്സ്പ്ലോറർ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ടീമുകളെല്ലാവരും വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാഴ്ചകളും ബാക്കിയുള്ള കാഴ്ചകളും കാണാം. ഹായ്, ഇത് ജോസഫിന്റെ കുട്ടികള്, ജോസഫിന്റെ വൈഫ് വന്നിട്ടില്ല. പിന്നെ റോഷ്നി ഉണ്ട്, മോനുണ്ട്. 7 സീറ്റർ ആണ്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതുണ്ടല്ലോ, ഇവിടെയൊക്കെ സീറ്റ് ഉണ്ട്. ഇതിപ്പോ 8 സീറ്റർ ആണല്ലേ? ഓക്കെ ശരി, 8 സീറ്റർ ആണ്. അപ്പം എന്തായാലും നമ്മള് നേരെ സാന്റിയാഗോയിലേക്ക് അല്ലേ? അപ്പൊ നമ്മള് സാന്റിയാഗോയിൽ എന്തിനാ പോകുന്നതെന്നുള്ളത് നമുക്ക് പറയാം. നമുക്ക് ആകെ 225 മൈല് പോകാനുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് I-5 ഹൈവേയിലൂടെയാണ്. കംപ്ലീറ്റ് സമ്മർ ആയതുകൊണ്ട് ഫുൾ ട്രിപ്പ് ഓൺ ആണ് എല്ലാവരുടെയും. അമേരിക്കയിലെ റോഡുകളിലൂടെ പോകുന്ന വണ്ടികൾ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൊതി തോന്നുന്നത്. ഇവിടുത്തെ കാറുകളെ പോലെ തന്നെ ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ലോറികൾ. അതുപോലെ തന്നെ നമുക്ക് റോഡിൽ കാണാൻ പറ്റിയ അടിപൊളി വണ്ടികളാണ് ഇവിടുത്തെ ട്രിപ്പ് പോകുന്ന RV വണ്ടികൾ. അതും എന്താ പറയുക, ഈ സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റോഡിൽ ആ വണ്ടികൾ തന്നെയായിരിക്കും കൂടുതലും. നമ്മൾ ഓൾറെഡി കാലിഫോർണിയയുടെ എല്ലാ പാർട്ടും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതുവരെയും പോകാനുണ്ടായിരുന്നത് കാലിഫോർണിയയുടെ സൗത്ത് പാർട്ടായിരുന്നു. നമ്മൾ ഈസ്റ്റ് പാർട്ട് നമ്മൾ മുമ്പ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരുന്നു. നോർത്ത് കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സൗത്ത് പാർട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഈ സൗത്ത് പാർട്ടൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാലിഫോർണിയയിലെ എക്സ്പ്ലോറിങ് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റേറ്റ് പിടിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇന്ന് ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഹൈവേയിലൂടെയുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. അമേരിക്കയിലെ റോഡുകളാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വലിയ റോഡുകൾ അമേരിക്കയിലാണ്. ഈ റോഡുകൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, അമേരിക്ക മുഴുവൻ അമേരിക്കൻസ് താമസിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ദൂരത്തിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഇതുപോലത്തെ റോഡുകളുണ്ടെന്നുള്ളതാണ് അമേരിക്ക ഫുള്ള്. പിന്നെ ബ്ലോക്ക് ആവുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എങ്കിൽ കൂടി ആ ബ്ലോക്കിനും ഒരു ഭംഗിയുണ്ട്. നമുക്ക് ഇതിലൊന്നും കയറി പോകേണ്ട കാര്യമില്ല, പോയിട്ടും കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തന്നെയല്ല, ആരും പോവുമില്ല. അങ്ങനെ വണ്ടികളൊക്കെ പോകുന്നത് കണ്ടില്ലേ, എത്ര വലിയ പാലത്തിന്റെ മുകളിൽ കൂടെയാണെന്ന് നോക്കി. ഇതിപ്പോ നമ്മൾ പോകുന്ന നമ്മുടെ വീടിന്റെ അവിടെ നിന്നും അധികം ദൂരം ഇല്ലാത്ത ഏരിയയിലാണ്. ഇതാണ് നമ്മൾ പറയുന്നത് US-ന്റെ അമേരിക്കൻസ് താമസിക്കുന്ന ഏരിയ. ഒരു 10-15 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ റോഡുകളാണ്. നമുക്ക് നാട്ടിൽ ഇതുപോലെ കാണണമെങ്കിൽ വലിയ വലിയ സിറ്റികളിൽ പോയാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. സാന്റിയാഗോ, നമ്മൾ ഈ പോകുന്ന ലൈനിൽ 2 പേരിൽ കൂടുതലുള്ളവർക്ക് മാത്രം പോകാൻ പറ്റിയ ലൈനാണ്. ഈ ഒരു മാർക്കിംഗ് ഉണ്ടാവും അങ്ങനെയുള്ള വഴിയിൽ. ഇതിന് HOV ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന വണ്ടികൾ അപ്പുറത്തെ ലൈനിൽ കൂടെ പോകും. ഇതിലൂടെ വണ്ടിയിൽ 2 അതിലധികം കൂടുതലുള്ള ആൾക്കാർ ഈ ഒരു ലൈനിൽ പോകും. അപ്പോൾ ഈ ഒരു ലൈൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടാണ് സാധാരണ പോവാറ്. ഇവിടുത്തെ സ്കൂൾ ബസ്സാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഇർവൈൻ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ടെക് കമ്പനീസ് ഉള്ളൊരു ഏരിയ ആണ്. ഒരുപാട് ഇന്ത്യക്കാർ, അതുപോലെ തന്നെ ഒരുപാട് മലയാളികൾ ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇർവൈൻ. Yeah, Nepal is it? Yes. Oh. Okay. Oh. Oscar. Wait, what? Yeah. Ow! Yeah. Pull it. Yeah. Okay. Thank you. Cut that. Yeah. Wait, what? Good time. നമ്മുടെ പണ്ടത്തെ മൊബൈല് ബ്ലാക്ക്ബെറിയുടെ ഓഫീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്ങനെയുണ്ട് ജോസഫ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? നല്ല കംഫർട്ടബിൾ ആണ്. ആണോ? ഒന്നും അറിയുന്നില്ല. അതല്ലേ? ഓക്കെ. ഡ്രൈവ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ അല്ലേ? അതെ, അടിപൊളി. നല്ലൊരു ഹൈറ്റില് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ആളിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയാണെന്നുള്ളത്. ലോസ് ആഞ്ചൽസിൽ നമുക്ക് 2.25 മണിക്കൂറാണ് കേട്ടോ ഈ ഒരു സാന്റിയാഗോയിലേക്കുള്ള ദൂരം. സാന്റിയാഗോയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഈ ഒരു
US ബോർഡർ കഴിയുന്ന ഏരിയയിലേക്ക് എത്താൻ പറ്റും, അതായത് മെക്സിക്കോ ബോർഡറിലേക്ക് എത്താൻ പറ്റും. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഒരുപാട് പച്ചപ്പുള്ള ഏരിയകളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രൈ ലാൻഡ് ആയിരിക്കും ഇങ്ങോട്ടെന്നാണ് വിചാരിച്ചിരുന്നത്. അമേരിക്കയിൽ ഇങ്ങനത്തെ വണ്ടികളും ഉണ്ട് കേട്ടോ. നമ്മുടെ സൈഡിൽ സീ കണ്ടു തുടങ്ങി. ആർവീസ്. ഓ, ഒരു ലോറിയൊക്കെ അമേരിക്കൻ ജീപ്പ്. ഒരു പഴയ RV വണ്ടി പോകുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ ഓർമ്മ വരുന്നു. നമ്മളൊരു വ്യൂ പോയിന്റ് ഏരിയയിലേക്ക് എത്തിയിട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. വ്യൂ പോയിന്റിലേക്ക് ലോറികൾക്കും കയറ്റി നിർത്താൻ ഉള്ള സൗകര്യമുണ്ട്. കണ്ടില്ലേ? നമുക്ക് റൈറ്റ് പോവാം. റൈറ്റ് പോയിട്ട് അങ്ങനെ വരണം. ട്രെയിലേഴ്സ് ഇവിടെ നിർത്തും. എല്ലാത്തിനും ഒരു സിസ്റ്റം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന ലോറിക്കാര് അവരിവിടെ പാർക്ക് ചെയ്ത്. ഓ, വ്യൂ പോയിന്റിൽ ഇഷ്ടം പോലെ കിളികള്, ആളുകള്, അണ്ണാൻ. എന്താല്ലേ അണ്ണാനൊക്കെ കുട്ടികളുടെ അടുത്തും ഒക്കെ വന്ന് നിൽക്കുന്ന നോക്കി. എൻ്റെ പൊന്നോ, കിളികളൊക്കെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന നോക്കി. ആരും ഉപദ്രവിക്കൂല കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കാണ്. ഇത് ഇത്രയും അണ്ണാനെ. ഇത് നോക്കിയേ ജോസഫേ, എന്തോരം അണ്ണാനല്ലേ ഗൈസ്. ഇത് നോക്കിയേ, ഇത് എന്തോരാ. എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആരും മേടിച്ചോളും. ടച്ച് ചെയ്ത് നോക്കിയോ, കുഴപ്പമില്ല. ഇത് നോക്കിയേ, പേടിച്ച് ഓടിപ്പോയ ടീമുകള്. അല്ലെങ്കിൽ എന്ത് ഡയലോഗാ ഇവിടെ ഇരുന്ന് കുട്ടികൾ ചെയ്യുന്നുണ്ടല്ലേ. ഇത് സത്യം പറഞ്ഞാല് നമുക്ക് ഇത്രയും കാണുമ്പോ നമുക്ക് ഒരു സത്യം പറയട്ടെ, ഒരു അറപ്പ് പോലെ തോന്നുന്നു. കാരണം അത്രയുണ്ട്. എന്റെ പൊന്നെ, നമുക്ക് എലികള് കൂടിയിരിക്കണ പോലെ തോന്നുന്നു. എത്ര എണ്ണ വന്നിരുന്ന് കഴിക്കുന്നല്ലേ. ഇവർക്കൊന്നൊരു പേടിയില്ലാട്ടോ. എൻ്റെ അടുത്തേക്ക് വന്നപ്പോ എനിക്ക് പേടിയായിട്ട് പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്കൊന്ന് കാണാം. മലകളും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീല പസഫിക് കടൽ. നമ്മളൊരു റെസ്റ്റ് ഏരിയയിലേക്ക് എത്തി. നമ്മൾ ഇത്രയും തിരക്കുള്ളൊരു റെസ്റ്റ് ഏരിയയിൽ ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മൾ മുമ്പ് ട്രിപ്പ് പോയപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നോർത്ത് സൈഡ് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത്രയും ഒരു ടൗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയയിലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ ബാത്റൂം ഒരു വെറൈറ്റി ഉണ്ടോ. പുരുഷന്മാരുടെ ബാത്റൂമിൽ ഒരു അടിപൊളി സിസ്റ്റം അല്ലേ. ഒട്ടും വൃത്തികേടായിട്ടിരിക്കില്ല. അപ്പോൾ തന്നെ വെള്ളം വന്ന് കഴുകി ക്ലിയർ ആയിട്ട് പോകുന്നു. ഇതേ ഒരു പട്ടാള വണ്ടി ഉണക്കി. എൻഡ് ഓഫ് കോൺവോയ്, ഒരു മിലിറ്ററി വെഹിക്കിൾ. ഓ മൈ ഗാഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയ ഇവിടെ നിന്ന് കാണുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്കൊക്കെ പോകുന്ന പോലെയുള്ളൊരു ഏരിയയുടെ അതേ ഒരു ലാൻഡ്സ്കേപ്പാണ്. നമ്മൾ ലോസ് ആഞ്ചൽസിൽ താമസിക്കുമ്പോൾ നമുക്ക് ലോസ് ആഞ്ചൽസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാന്റിയാഗോ ഇത്രയും മനോഹരമാണെന്നുള്ളത്. അടിപൊളി ഒരു എന്താ പറയുക ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ സിറ്റിയുടെ ഒരു ഏരിയ ആണെങ്കിലും ഒക്കെ നല്ല വൃത്തിയും അതുപോലെ തന്നെ നല്ല നീറ്റും ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓ, ഇത് നോക്കി, ഇത് രസമല്ല. എത്ര കാറുകൾ അതിൽ കൊണ്ടുവന്ന് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഭംഗിയാണ്. അടുത്ത മിലിറ്ററി വണ്ടി. വണ്ടികളുടെ തിരക്ക് നോക്കി. നിർത്തിയേക്കുന്ന വണ്ടികളല്ല കേട്ടോ. നല്ല സ്പീഡില് ഒരു 100-ന് മുകളില് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. നമുക്ക് ഒരിക്കലും സാന്റിയാഗോയിലൊക്കെ വന്ന് താമസിക്കണം എന്നൊക്കെ ഒരു തോന്നല് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരുപാട് പേര് ഇവിടെയൊക്കെ താമസിക്കുന്നവരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും വരണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും വന്ന് താമസിക്കാൻ പറ്റിയൊരു അടിപൊളി ഏരിയയാണ് സാന്റിയാഗോ. റിയൽ ഗ്രീനറി ആണ് ഇവിടെ. ഇത് വെച്ച് പിടിപ്പിച്ച ഗ്രീനറി അല്ല, നമുക്ക് അങ്ങോട്ടൊക്കെ കാണാം. സാന്റിയാഗോ ഇനി ജസ്റ്റ് ഒരു 14 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് 16 മിനിറ്റ് കൊണ്ട് എത്തും. സാന്റിയാഗോ മെട്രോ ട്രാക്കാണ് മേളിക്കൂടെ പോകുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയാഗോ. ഒരു ബ്യൂട്ടിഫുൾ ഒരു ചർച്ചാണെന്ന് തോന്നുന്നു. ചർച്ചാണത് ആയിരിക്കും അല്ലേ. ടൗണിനോടനുബന്ധിച്ച് തന്നെ ഇതുപോലെ മലകളൊക്കെ ഉണ്ട്. നമ്മുടെ ലോസ് ആഞ്ചൽസിലും മലകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ലോസ് ആഞ്ചൽസിലും ഇത്രയും ഒരു ഗ്രീനറി എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. ലോസ് ആഞ്ചൽസിൽ ഇവിടെ ഫുള്ള്
ചെറിയൊരു ഏരിയ പോലും പച്ചപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ, ഡ്രൈ ലാൻഡ് ഒട്ടും ഇല്ലാത്തൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ സാന്റിയാഗോ. വെറുതെ അല്ല, നമ്മുടെ ലോസ് ആഞ്ചൽസ് ഇത്രയും വലിയൊരു ടൗൺ ആയിട്ടും അതുപോലെ തന്നെ സാൻ ഫ്രാൻസിസ്കോയോടൊക്കെ കിടപിടിച്ച് ഇപ്പോഴും എന്താ പറയുക 2ഓ 3ഓ സ്ഥാനമായിട്ട് ഈ സാന്റിയാഗോ ഇങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗി തന്നെ അതിന് വലിയൊരു ഘടകമാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സീ വേൾഡിന്റെ എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ് ഗൈസ്, നമ്മളങ്ങനെ സാന്റിയാഗോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇനി സസ്പെൻസ് പൊളിക്കാൻ പോവാണ്. നമ്മളപ്പോ സീ വേൾഡിലേക്കാണ് ഗൈസ് പോകുന്നത്. എല്ലാരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സീ വേൾഡിന്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ സീ വേൾഡ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ഗുഡ് ഡ്രൈവിംഗ് ജോസഫ്, കൺഗ്രാറ്റുലേഷൻസ്.